തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുടനീളം തരംഗമായ പാട്ട്, സമൂഹ മാധ്യമങ്ങളിലും കവലകളിലും നിറഞ്ഞു കേട്ട പാട്ട്, ഫലം വന്നതിന് പിന്നാലെ സൂപ്പർ ട്രെൻഡിംഗ് ആയ പാട്ട്. പറഞ്ഞു വരുന്നത് പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി ഗാനത്തെക്കുറിച്ചാണ്. ബാക്കി വിശേഷങ്ങൾ ആ പാട്ട് പാടിയ മുഹമ്മദ് ഡാനിഷ് തന്നെ പറയും. തെരഞ്ഞെടുപ്പ് കാലത്തെ പല ട്രെൻഡുകളും നമ്മൾ കാണാറുണ്ട്. ഇത് പക്ഷേ പ്രചാരണ കാലത്ത് ഹിറ്റായ ഒരു ഗാനമാണ്. പക്ഷേ അതിൻ്റെ ട്രെൻഡ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് വരികയാണ്. അതിന് പിന്നിലെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ അത് വൈറലാക്കിയ ഗായകനിലേക്ക് നമ്മൾ പോവുകയാണ്. മുഹമ്മദ് ഡാനിഷ് മലപ്പുറം സ്വദേശിയാണ്. എന്നാണ് ആകെ വൈറലാണല്ലോ, സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇതേ കാണാറുള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാട്ടിലേക്ക് എത്തിയ? ഞാൻ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വർക്കുകളൊക്കെ വരുമ്പോൾ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇതേപോലെ നമ്മുടെ അനീഫ മുടിക്കോട് പറയുന്ന സംഗീതം ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് വർക്ക് വന്നത്. അദ്ദേഹം വർക്ക് തന്നു, ഞാനത് പാടി. പിന്നെ അത് CMS സുബൈർക്ക് പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയത്. അപ്പോൾ ഈ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു എല്ലാ സ്ഥലത്തും ആ പാട്ട് വൈറലായി. ഞാൻ ഇത് എഴുതിയ ആളെ ഞാനും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം പ്രവാസിയാണ്, GP ചാലപ്പുറം അദ്ദേഹത്തിൻ്റെ പേര്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് മെസ്സേജൊക്കെ വന്നോ കണ്ടിട്ട്? അതുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കളും എല്ലാവരും പല പാർട്ടിയിലും വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പാട്ട് കണ്ടു, എല്ലാവരും ഉഷാറായി എന്നൊക്കെ പറഞ്ഞത്. C വിഷ്ണുനാഥൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് അദ്ദേഹം ആലപിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? കണ്ടു, അദ്ദേഹം അത് പാടുന്നത് കണ്ടു. സന്തോഷം. അദ്ദേഹം അത് പാടുന്ന ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാനാണെന്ന് ഇങ്ങനെ അറിയിക്കാൻ പറ്റിയതിൽ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ലാസ്റ്റ് ആ പാട്ടും കൂടെ കേൾക്കാതെ ഞങ്ങൾ പോകുന്നത് എങ്ങനെയാ? അതൊരു 4 വരി പാടിക്കോളി. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. അപ്പോൾ ഈ ശബ്ദമാണ് എന്തായാലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ ആളുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുടമ ഈ മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശിയായ മുഹമ്മദ് ഡാനിഷാണ്. അനീഷ് തോട്ടയ്ക്കാടിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.